കൊണ്ടുപോവുകയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തമായി താമസിക്കാൻ ഒരു വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കുതിരത്ത് കൊണ്ട് നല്ല ഭാഗത്തോട് കൂടെ വീട് വെച്ച് അത് താമസിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ. رضوان ربي عنكم يا أهل بدر عن كلهم رضوان الله ربيعنا والعامر عامر أمير معمر رافعهم والمنذر أصوات الشمالين الحشا شماس حيدا شيوشا عامر شجاع عبد الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا هودنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان الله طوفيل رافع وطوفيل لنا وسويبت طوليبهم سهل وطوفيل سليط عبد الله للي أبو أيوب ظهر عامر عاصم الله ظنا عمير واعظا عن كلهم رضوان الله رقبات أمر رافع عبدات سعد مهجر ദണ്ണം വബാബ സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ദിഫാഅതു മാലികുൻ അംറും വസലമതു മാലികുൻ عن كلهم رضوان الله لبذات سهل معقل سهل بلال عاقل لينا أويم نوفل هذا نصيل عبد الله ധർമ്മം വബാബ സൂര്യം മറ്റുള്ള ദീനമടങ്ങ
مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ദാഹമൂത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴിയവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ മസ്ഊദുഹും വൽ ആസിമും. ബഹുമാനപ്പെട്ട അടക്കമുള്ള കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞൊരു വാക്കുണ്ട്. പഴയ കാലത്ത് മുണ്ടക്കൈ ബദരീങ്ങളുടെ സാന്നിധ്യം ഈ സദസ്സിലുണ്ട് എന്ന് വിളിച്ചോതാൻ പറ്റുന്ന ഒരു നിലയിൽ തന്നെയാണ് നമ്മുടെ സദസ്സൊരുക്കാൻ നമുക്ക് സാധ്യമായത്. ഈ ഒരു സദസ്സ് ഇവിടെ സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ കൂടുതലായി നീട്ടിക്കൊണ്ടുപോവുകയല്ല. നമ്മുടെ വിഷയം പ്രസംഗിക്കുന്നതിന് വേണ്ടി വിഷയാവതാരകൻ നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് നീട്ടിയിട്ടുള്ള ഒരു ഉദ്ഘാടനം ഈ സദസ്സിൽ യോഗ്യമല്ല എന്നെനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിൽ മാസം തോറും നടത്തി വരുന്ന മജ്‌ലിസ് നൂറിന്റെ വാർഷിക സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമത്തിലേക്ക് സഹായിച്ചവരുടെ ലിസ്റ്റൊക്കെ നമ്മെ സഹായിച്ചവരെയൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മദ്ഹ് പ്രഭാഷണത്തിന് തൊട്ട് മുന്നേ പാടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും ഉസ്താദ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് കേട്ട സമയത്ത് തന്നെ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു തന്റെ പാട്ട്, അതായത് ബാങ്ക്, അതവിടെ നിലച്ചു പോയി. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പൂർത്തിയാക്കാൻ കഴിയാതെ ബോധം കെട്ട് വീണ് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനുള്ള ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ഖലീഫയായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിന്നുപോയി. മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലയെടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻഗാമിയായി വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ ആ ഒരു രംഗത്ത് പണിച്ചു കിടക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ ചെവിയിൽ തന്റെ ഉമ്മത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തന്നെ രചിച്ച ഒരു കാര്യമാണ്. നമ്മളെല്ലാവർക്കും പരിചയമുള്ള ഒരു രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. എല്ലാവരും അവരവരെ ഏൽപ്പിച്ച ഡ്യൂട്ടികളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രഭാഷണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്ന ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞാൻ കുറേയായി കാണുന്നു ഈ പരിപാടി തുടങ്ങുന്ന അന്ന് മുതൽ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഓരോരുത്തരെ സഹായിക്കുന്നത് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. കാരണം മകനിന്റെ ഗ്രൂപ്പിൽ ആടേക്ക് ആദ്യത്തെ പരിപാടിയാണ്. ഞാൻ ഇങ്ങനെ നടക്കലുണ്ടോയെന്ന് അറിയില്ലായിരുന്നു. അൽഹംദുലില്ലാ, സാധനം വളരെ സന്തോഷമായി. നാട്ടിൽ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സഫലീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അഖില നിഖില പാപ പിഴവുകളും പാപ കറകളും പഠിച്ചെടുത്ത് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നേ, ധീരരാമ മറന്ന് ആടി ഉലയുന്നേ, അറുവും സമാവാത്തും ഞെട്ടിത്താരിക്കുന്നേ, ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നേ, പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നേ, ധീരരാമ മറന്ന് ആടി ഉലയുന്നേ, അറുവും സമാവാത്തും ഞെട്ടിത്താരിക്കുന്നേ, ആറ്റൽ റസൂലുള്ളാഹ് വിട്ട് പിരിയുന്നേ. ആയിഷ തൻ വീട്ടിൽ നൂറ് കഴിയുന്നേ, പൊള്ളും ജ്വരമാലെ മുത്ത് വിയർക്കുന്നേ. ആയിഷ തൻ വീട്ടിൽ നൂറ് കഴിയുന്നേ, പൊള്ളും ജ്വരമാലെ മുത്ത് വിയർക്കുന്നേ. പൂമകൾ ഫാത്തിമ ചാരത്തണയുന്നേ, തിരുവോരെ കണ്ട
ഖാബിഉൽ അർവാഹ് ചാരത്തണയുന്നേ ഓമൽ പൂനബിയോരിൽ സലാമങ്ങുരയ്ക്കുന്നേ ഖാബിഉൽ അർവാഹ് ചാരത്തണയുന്നേ ഓമൽ പൂനബിയോരിൽ സലാമങ്ങുരയ്ക്കുന്നേ തിരികെ സലാമതും ത്വാമൊഴിയുന്നേ റൂഹിനായി അസ്റായീൽ സമ്മതം തേടുന്നേ പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നേ ധീരരാമ മറന്ന് ആടി ഉലയുന്നേ സക്കറാത്തിൽ നോവന്ന് നൂറിൽ പടരുന്നേ അത് ഭീകരമാണെന്ന് മൊഴിയുന്നേ സക്കറാത്തിൽ നോവന്ന് നൂറിൽ പടരുന്നേ ഓമൽ പുനബിയോര് അത് ഭീകരമാ പറയുന്നേ അതിനിളവ് ചെയ്യാനായി പരനിൽ ഇരവോതുന്നേ ഉമ്മത്തിൻ നോവതും നൽകാൻ കൈ തേടുന്നേ പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നേ ധീരരാമ മറന്ന് ആടി ഉലയുന്നേ പിടയുന്ന നോവിനായി തിരുചുണ്ടനങ്ങുന്നേ ആ ചുണ്ടെന്നായിഷ കാതോരം ചേർക്കുന്നേ പിടയുന്ന നോവിനായി തിരുചുണ്ടനങ്ങുന്നേ ആ ചുണ്ടെന്നായിഷ കാതോരം ചേർക്കുന്നേ എന്നുമ്മത്തെന്നുള്ള ധ്വനി മാത്രം കേൾക്കുന്നേ എന്നിട്ടാ കമറുണി സുവർഗം പുണരുന്നേ എന്നുമ്മത്തെന്നുള്ള ധ്വനി മാത്രം കേൾക്കുന്നേ എന്നിട്ട കമറുണി സ്വർഗം പുണരുന്നേ പാടും ബിലാലെന്ന് പാട്ട് മറക്കുന്നേ ധീരരാമ മറന്ന് ആടി ഉലയുന്നേ അർവം സമാവാത്തും ഞെട്ടി തരിക്കുന്നേ ആറ്റൽ റസൂലുള്ളാഹ് യാ ഹബീബല്ലാഹ് യാ റഹ്മത്തൽ ലിൽ ആലമീൻ വിട്ട് പിരിയുന്നേ ഇന്നാ നമ്മുടെ സംഗമത്തിന്റെ മുഖ്യ പ്രഭാഷകൻ ഉസ്താദ് സിറാജുദ്ദീൻ ദാരമി കക്കാട് ഉസ്താദ് അവർകളെ പ്രസംഗത്തിന് വേണ്ടി സാധനം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الذي أنعم علينا وهدانا إلى دين الإسلام. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومرشدنا وهادينا ومصطفانا ومجتبى الله مولانا العلي العظيم. مولاي صل وسلم دائما ابدا على حبيبك خير
بالخلق كلهم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم കരളിന്റെ കരളായ റസൂലോടെ കഥനങ്ങൾ ചൊല്ലിടാം കരയുന്ന കൽബിന്റെ വ്യതചൊല്ലി കണ്ണീരിൻ കഥകൾ കനിവിനായി തേടിടാം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം കണ്ണാലെ കണ്ടില്ല കാതാലെ കേട്ടില്ല കാര്യം തിളന്നില്ല പാപി പൂമുത്ത് വാഴും മദീന മലവനിയിൽ ഒരു വട്ടം ചെന്നില്ല ആരംഭപ്പോയ മുത്ത് റസൂലിന്റെ ഹലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഅലാ മുഹമ്മദ് സയ്യിദുന മുഹമ്മദ്. ആദരണീയരായ ഈ അത്യുജ്വലമായ പരിപാടിയുടെ ഉദ്ഘാടകൻ, ഈ മഹലിന്റെ ആത്മീയ സാന്നിധ്യം അഭിനന്ദനായ ഉസ്താദ് ഷിഹാബുദ്ദീൻ ഫൈസി അവർകളെ, ഈ പരിപാടിയുടെ അഭിനന്ദനായ അധ്യക്ഷൻ സ്വാഗത സംഘം ചെയർമാൻ അബ്ദുസലാം സാഹിബ്, അതിഗംഭീരമായ ഒരു സ്വാഗത ഭാഷണത്തിലൂടെ ഈ സദസ്സിന് ആമുഖം നിർവഹിച്ച സ്വാഗത സംഘം കൺവീനർ ഷറഫുദ്ദീൻ ഫൈസി ഉസ്താദ്, മറ്റ് വേദിയിലുള്ള കമ്മിറ്റി സാരഥികളെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, വളരെ ഭിന്നമായ ഈ മജ്‌ലിസുൻ നൂർ വാർഷിക പരിപാടിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹോജ്വലരായ യുവ സഹോദരങ്ങളെ, സ്നേഹനിധികളായ കുഞ്ഞുമക്കളെ, സ്നേഹനിർനിധികളായ ഉമ്മപ്പെങ്ങന്മാരെ, അല്ലാഹു തആല നമ്മെ ഖൈറിലാക്കട്ടെ. അല്ലാഹു നമ്മെ സ്വർഗ്ഗാവകാശികളിൽ പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു ആനന്ദകരമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ഈ പരിപാടിയുടെ വിജയത്തിന് ആരെല്ലാം ഏതെല്ലാം നിലയിൽ സേവനം ചെയ്തു പരിശ്രമിച്ചു അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ഹൃദയംഗമമായ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, വളരെ പുണ്യപൂരിതമായ ഒരു സന്നിധിയിലും ഒരു സാഹചര്യത്തിലുമാണ് നാം എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഭക്തി നിർഭരമായ മജ്‌ലിസുൻ നൂറിന്റെ സ്വരരാഗം കൊണ്ട് അനുഗ്രഹീതമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ആത്മീയ സദസ്സുകളുടെ ആവേശവും നിറസാന്നിധ്യവുമായ സയ്യിദ് ഫഖറുദ്ദീൻ പൂക്കോയ തങ്ങൾ മഹാനവറുകളുടെ ആഗമനവും അവിടുത്തെ ഭക്തി നിർഭരമായ ദുആയുമൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പൊരുത്തമാണ് നമ്മൾ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ അഭിലാഷം. ഉഖ്റവിയായ വിജയമാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ വഴിയിൽ ഈമാനോടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ കടമ. ഇവിടെ നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു പരിഗണിക്കണം. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അല്ലാഹു കണക്കിലെടുക്കണം. നമ്മുടെ ഇബാദത്തുകളൊന്നും പാഴായി പോകാതെ കാരുണ്യവാനായ അല്ലാഹു തആല അർഹമായ പ്രതിഫലം തന്ന് നമ്മെ അനുഗ്രഹിക്കണം. അതിന്
അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഈമാനികമാകണം. അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നേരെയാകണോ, മനുഷ്യർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും നേരെയാകണം. ഇത് പഠിപ്പിക്കുന്നത് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തൊക്കെ ഉഷാറായി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഞാൻ സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം വന്നുപോയി. കാരണം ഈ നാട്ടിലെ യുവാക്കളുടെയും ഈ നാട്ടിലെ ഓരോരുത്തരുടെയും ഈ പരിപാടിയോടും മഹലിനോടൊക്കെയുള്ള ആ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ഫൈസി ഉസ്താദ് വളരെ ആവേശത്തോടെയാണ് ഇവിടെ പറഞ്ഞത്. ആ ആവേശം സ്വലാത്തിലും ആമീനിലും തർബീയത്തിലും ഒക്കെ ഉണ്ടാകണം. ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ, നന്മയുടെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നേരെയാകണോ, മനുഷ്യർ തമ്മിലുള്ള ബന്ധം നേരെയാകണം. ഇന്ന് ബന്ധങ്ങളുടെ മരണമണി മുഴങ്ങുന്ന ഒരു ലോകമാണ്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അയൽപക്ക ബന്ധങ്ങൾ പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഗൗരവത്തോടെ ഗൗനിക്കേണ്ട ബന്ധങ്ങളുടെ കണക്കുകൾ കത്തിവെച്ച് ബന്ധങ്ങൾക്കൊരു പരിഗണനയും നൽകാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ അധികരിച്ചു വരുമ്പോ ഈമാനിന്റെ അനുയായികളാകാൻ ഭാഗ്യമുണ്ടായ മുഅ്മിനീങ്ങളെ, റബ്ബുമായിട്ടുള്ള ബന്ധം നേരെയാകാതെ ദുനിയാവിലെ രക്ഷയില്ല, ആഖിറത്തിലും രക്ഷയില്ല. എങ്കിൽ റബ്ബുമായിട്ടുള്ള ബന്ധം നേരെയാകണോ. നമ്മുടെ ജീവിതത്തിൽ നാം ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുവോ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും സ്നേഹോഷ്മളമാകണം. എന്നാലേ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം സ്നേഹോഷ്മളമാവോ എന്ന് പഠിപ്പിക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പടച്ച റബ്ബിനോട് നമുക്ക് ബാധ്യതകളുണ്ട്. പടക്കപ്പെടാൻ കാരണഭൂതനായ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ബാധ്യതകളുണ്ട്. അതുല്യമായ ത്യാഗമുണ്ടല്ലോ, അത് മറക്കുന്നതിന്റെ ദുരന്തഫലമാണ്. കയ്യിൽ കാശ് വന്ന് നിറഞ്ഞപ്പോ സുന്ദരിയായ ഭാര്യയെ കിട്ടി, 1-2 മക്കളും കൂടെ റഹ്മാനായ ജബ്ബാറായ സയ്യിദായ ഹയ്യായ ഹഫീളായ സലാമായ അല്ലാഹ് ഈ സദസ്സിനെ ഖബൂലാക്കണേ അല്ലാഹുവേ. നമ്മുടെ നിസ്കാരത്തിന് ശേഷം ആരംഭിച്ച മജ്ലിസ് മഹാനായിരിക്കുന്ന ഉലമാഇലെയും മുഅല്ലിമീങ്ങൾക്കുള്ള ധന്യമായ സദസ്സ് അല്ലാഹുവേ, മഹാനായ സിറാജുദ്ദീൻ ഉസ്താദിന്റെ പ്രഭാഷണവും മജ്ലിസിന്റെ ഒക്കെ നടന്ന സദസ്സിൽ അല്ലാഹുവേ, നിന്റെ ദീനിന്റെ വേണ്ടി ഒരുപാട് സ്വതന്ത്രങ്ങൾ സമർപ്പിച്ച സദസ്സിൽ പ്രധാനപ്പെട്ട അധികാരങ്ങളും സ്വലാത്തുകളൊക്കെ ചൊല്ലി മഹാന്മാരുടെ പേരിൽ അതിയെ ചെയ്തു കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ പണ്ഡിതന്മാരെ മുമ്പിൽ വെച്ച് ഞങ്ങൾ കൈകൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പോയ പാപങ്ങൾ മുഴുവനും പുറത്തു തരണേ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമല്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകണമല്ല. ഞങ്ങൾക്കുള്ള രോഗങ്ങള്, മാതാപിതാക്കളുടെ രോഗങ്ങള്, ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഞങ്ങൾ സഹോദരന്മാരുടെ രോഗങ്ങൾ, ഞങ്ങൾ മക്കള് മരുമക്കള് പേരക്കുട്ടികളുടെ രോഗങ്ങള്, ഞങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നവരുടെ രോഗങ്ങൾ, മാതിരിയമായിരിക്കുന്ന രോഗങ്ങള് സദസ്സിലേക്ക് വന്ന സമയത്ത് ഭക്ഷണത്തിന് പോയ വീട്ടിൽ വെച്ച് ഒരുപാട് ആളുകൾ രോഗശമനത്തിന്റെ വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരിൽ ക്യാൻസർ പിടിപെട്ടവരുണ്ട്. നിന്റെ കാഴ്ചശക്തി നശിച്ചു പോയവരുണ്ട്. കുടുംബത്തിൽ മാനസിക രോഗികളുണ്ട്. പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട്. കുട്ടികൾ കുഴഞ്ഞു പോയിട്ട് നടക്കാനും ഇരിക്കാനും കഴിയാത്ത മക്കളുള്ളവരുണ്ട്. നിന്റെ കാഴ്ചശക്തി തീരെ കിട്ടാത്ത കുട്ടികളുണ്ട്. ഏത് രോഗിയാണെങ്കിലും അവരനുഭാരുകൾ നീ അറിയുന്നവനാണല്ല. നീ കൊടുത്ത രോഗമാണല്ല. വന്നതുകൊണ്ട് ആ രോഗത്തെ നീ അവരെ തടികളിൽ നിന്ന് നീക്കിക്കളയണേ അല്ലാഹുവേ. നീ നീക്കിക്കളയണേ അല്ലാഹ്.
ഈ സദസ്സിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹുവേ. വിവാഹ പ്രായമെത്തിയ മക്കളുടെ യോജിച്ച ബന്ധം നീ എളുപ്പമാക്കി ചേർത്തി തരണേ തമ്പുരാനെ. എത്രയോ വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ടായി കാണാൻ ഭാഗ്യം ലഭിക്കാത്ത മാതാപിതാക്കളെ ഈ സദസ്സിനുണ്ട് നീ വാരിസാണല്ലോ അല്ലാഹ്, നീ മുസവ്വിറാണല്ലോ അല്ലാഹ്, നീ ഖാലിഖാണല്ലോ അല്ലാഹ്, മുബ്ദിആണല്ലോ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമാണല്ലോ അല്ലാഹ്. നിന്റെ ഖുദ്റത്ത് കൊണ്ട് അസ്മാഉൽ ഹുസ്നയുടെ സിർറ് കൊണ്ട് അവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്നിരുന്ന സമയത്ത് ഒരു പണ്ഡിതൻ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 7 വർഷത്തോളമായിട്ട് വിവാഹം കഴിച്ചിട്ട് കുട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആലിമിനെ നീ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ, സന്തോഷിപ്പിക്കണം റഹ്മാനെ. എന്ത് തടസ്സങ്ങളാണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാഹ്, രോഗത്തിന്റെ പ്രയാസങ്ങളാണെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാഹ്, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും മഹാന്മാരായിട്ടുള്ള മദീനകളെ ഹക്കുകൊണ്ട് നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തമായി താമസിക്കാൻ ഒരു വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട് അല്ലാഹുവിന്റെ കുതിരത്ത് കൊണ്ട് നല്ല റാഹത്തോട് കൂടെ വീട് വെച്ച് അത് താമസിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. അല്ലാഹുവേ ജോലിയിലും പോലെ കച്ചവടത്തിലും ബിസിനസ്സിലും കണക്കില്ലാത്ത ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രവാസികൾ ധാരാളം അവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹലാലായ മുറാദുകളൊക്കെ ഹസ്സലാക്കണേ അല്ലാഹുവേ. മസ്ജിദിന്റെ നിർമ്മാണം തൊട്ട് ഇന്നേവരെ ഇവിടുത്തെ മഹല്ലിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പലരും പല കാരണവന്മാരും അല്ലാഹുവേ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല അല്ലാഹ്. അവരൊക്കെ ആറടി മണ്ണിലാണ് അല്ലാഹ്. സ്വർഗ്ഗം നൽകണം അല്ലാഹ്, മഗ്ഫിറത്തും മർഹമത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. ഇന്ന് ഈ മഹല്ലിലും ഈ മസ്ജിദിനും മദ്രസയ്ക്കും വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ഓടി നടക്കുന്ന ഒരുപാട് കാരണവന്മാരുടെ ഈ സദസ്സിൽ അവർ ദീനീ ഖിദ്മത്തുകളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ മഹല്ലിലും തൊട്ടടുത്ത മഹല്ലുകളിലുള്ള ഉസ്താദുമാർ സദസ്സിലുണ്ട് അല്ലാഹ്, അവർ ദീനീ ഖിദ്മത്തുകളൊക്കെ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ നല്ല ഹൃദയസ്പർശിയായ നസീഹത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ദാരിമി ഉസ്താദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘാടനം നടത്തുന്ന പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ ഫൈസി അടക്കമുള്ള അനിസ്വാഫി അടക്കമുള്ള ഒരുപാട് ഉലമാക്കളും ഉലമാക്കളും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കൂട്ടായ്മയിലൂടെയും ഒറ്റയ്ക്കുമല്ലാതെയും ധാരാളമായി ചെറുപ്പക്കാര്, സഹോദര സഹോദരിമാര് വലിയ സംഖ്യകൾ നൽകിയിട്ടുണ്ട് അല്ലാഹ്. ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തിരിക്കുന്നു അല്ലാഹ്. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരിയായിട്ടും മാംസമായിട്ടും നൽകിയവര്, അത് പാചകം ചെയ്യാനും ചെയ്യാനും വിതരണത്തിനൊക്കെ പ്രയത്നിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവർക്കും മഹത്തമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഈ മഹത്തായ ഏറ്റവും സ്വന്തം സംവിധാനിച്ചവർ, ഈ മനോഹരമായ പന്തലും സ്റ്റേജുമൊക്കെ സംവിധാനിച്ചു നൽകിയവർ എല്ലാവർക്കും ഇതിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ അല്ലാഹു. ഒരുപാട് സമയമായിട്ടും ഈ മജ്‌ലിസിനെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരും നീ അനുഗ്രഹിക്കണം അല്ലാഹ്, ബറക്കത്ത് ചെയ്യണം അല്ലാഹ്, എല്ലാ വിഷമങ്ങളും നീക്കണേ അല്ലാഹ്. ഞങ്ങളിൽ അധികം പേര് വലിയ കടങ്ങൾ കൊടുക്കിയവരാണ് അല്ലാഹ്. കടം വീട്ടാൻ യാതൊരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണ് അധികം പേരും. അല്ലാഹുവേ നിന്റെ ഖുദ്റത്ത് കൊണ്ട്, നിന്റെ മഹാനായ ഫضل കൊണ്ട്, ശർഫ് കൊണ്ട്, മദദ് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് കടം വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കണം റഹ്മാനേ. കടത്തിന്റെ പേരിൽ ഞങ്ങൾ നിന്യതയിലാക്കല്ല അല്ലാഹ്, വദീഹത്തിലാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കണം അല്ലാഹ്. സാമ്പത്തികമായി തളർത്തി ഞങ്ങളെ തകർന്ന് ഞങ്ങളെ മാനസിക ഒത്തൊരുമിച്ച് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാടാണ്. ഐക്യം നിലനിർത്തണേ റഹ്മാനേ. മുസൽമാന് സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങളാതിപറ്റ വിഭാഗങ്ങൾ എല്ലാവർക്കും നീ സമാധാനം നൽകുകയും ഓരോരുത്തരുടെ മതത്തിന്റെ വിശ്വാസങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്. സാഹചര്യം നീ നിലനിർത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് കേരളീയ മുസ്ലിമീങ്ങൾ അല്ലാത്ത സൗഭാഗ്യം ലഭിച്ചവരാണ് അല്ലാഹ്. ലോകത്ത് എവിടെയും കിട്ടാത്ത സൗഭാഗ്യമാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് നീ ചൊരിഞ്ഞു തന്നത് അല്ലാഹ്. ഉലമാഇന്റെയും ഉമറാഇന്റെയും സാദാത്യങ്ങളുടെയും കൂട്ടമായ നേതൃത്വം
വേണ്ടുവോളം ആസ്വദിച്ചവരാണ് കേരളീയ മുസ്ലിമീങ്ങളും. ഖിയാമത്ത് നാൾ വരെ ആ നേതൃത്വം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അവർക്കിടയിൽ നീ ഐക്യം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല. ഈ പുരോഗതിയും ചിഹ്ന ഭിന്നമാക്കാനും സംവിധാനങ്ങൾ ദർശനമൊക്കെ ചിഹ്ന ഭിന്നമാക്കാനും ഭൗതികവാദികളെ അതുപോലെ തന്നെ നിരീശ്വരവാദികളെ കക്ഷികളെ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ശ്രമങ്ങളൊക്കെ നീ പരാജയപ്പെടുത്തണമല്ല. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണമല്ല. മഹാന്മാരായ ഉസ്താദുമാര് താബിഈങ്ങളിലൂടെ സ്വഹാബത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേടിയെടുത്ത അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന തലമുറ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പാരമ്പര്യം ഈ ലോകത്ത് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ അമലുകളൊക്കെ സ്വീകരിക്കണം റബ്ബേ. ഞങ്ങൾ കൂട്ടത്തിൽ ഒരുപാട് മശഖത്തുകൾ പ്രയാസങ്ങളുള്ളവരുണ്ട്. എല്ലാറ്റിനും ഹൈറായ പരിഹാരം നീ കാട്ടണം തമ്പുരാനെ. ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുടെ നല്ല കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല മക്കൾ കൊടുക്കണം അല്ലാഹ്. ഞങ്ങളൊക്കെ രോഗത്തോട് ഇവിടെ പറയുന്ന സമയത്ത് നല്ല ദിവസത്തിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നല്ലവരുടെ കൂട്ടത്തിൽ ആരുടെയും പ്രേരണ കൂടാതെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ സ്വർഗ്ഗങ്ങൾക്ക് ഷറഫാക്കപ്പെട്ട തലമുറലേറ്റുകൊണ്ട് ഇവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖങ്ങളുടെ നേരിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ചിരിച്ച് മരിക്കാൻ നിങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ ആക്കി ഇസ്ലാമില്ലാതെ സ്വർഗം നൽകണം. നാളെ പഴശ്ശിയുടെ വിചാരണ ഞങ്ങൾക്ക് കൂടാതെ കുറെ ആളുകൾ വെച്ച് ഞങ്ങൾ വിചാരണ നടത്തുമ്പോൾ ഞങ്ങൾ ചെയ്ത മോശമായ കാര്യങ്ങൾ ആ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ ആരെ എണ്ണി അപമാനിതരാക്കിയത് വന്മാരെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ആഫ്വ് ചെയ്യുകയും ഞങ്ങളെ സയ്യാത്തുകളൊക്കെ നീ മായ്ച്ചു കളയുകയും ചെയ്യണം. وللمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم إنا نسألك الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ومن حسد الإطغان ومن فتنة آخر الزمان. يا غفور يا غفار برحمتك يا أرحم الراحمين. صلى الله عليه وسلم وآله وصحبه سلام بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد والآل البيت وسلم.